ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായമാണല്ലോ നമ്മളിന്ന് വായിക്കുന്നത്. യോശുവയും പുരോഹിതനായ ഏലിയാസാറും ഗോത്ര നേതാക്കന്മാരും കൂടി ഇസ്രായേൽ ജനത്തിന് അവർ പിടിച്ചെടുത്തതായ സ്ഥലം വിഭജിച്ചു കൊടുക്കുകയാണ്. യഹോവ യോശുവയോട് പറഞ്ഞു, നീ പ്രായമായി, നിൻ്റെ വാർദ്ധക്യത്തിലായിരിക്കുന്നു, അതുകൊണ്ട് നീ ദേശം ഭാഗിച്ചു കൊടുക്കണം. അപ്രകാരം ദേശം അവർക്ക് ഭാഗിച്ച് കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദേശം അവർക്ക് കൊടുത്തത് മോശയുടെ കാലത്ത് യഹോവ പറഞ്ഞതുപോലെ നറുക്കിട്ടാണ് അവർക്ക് ദേശം കൊടുക്കുക. നറുക്കിടുമ്പോൾ ഏത് ദേശം ആർക്ക് വേണം എന്നുള്ളത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. മാനുഷികമായ തീരുമാനങ്ങളെല്ലാം ശരിയാകണമെന്നില്ല. ആത്യന്തികമായ തെറ്റും ശരിയും നിർണ്ണയിക്കുവാൻ സാധിക്കുന്നവൻ ദൈവമാണ്. അതുകൊണ്ട് ദൈവം നിശ്ചയിച്ചതായ ദേശം ഓരോരുത്തർക്കും ഇത് ലഭിക്കുകയാണ്. മനുഷ്യ ജീവിതവും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മളാരും വിചാരിച്ചിട്ടോ ചിന്തിച്ചിട്ടോ അല്ല നമ്മളാരും ഭൂമിയിൽ ജനിച്ചത്. ദൈവത്തിൻ്റെ വലിയ ഹിതവും ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പുമായി അതിനെ കാണുവാൻ നമുക്ക് സാധിക്കണം. അപ്പം അങ്ങനെ ഈ നറുക്കിട്ട് ദേശം എടുക്കുന്നതുകൊണ്ട് അവരുടെ ഇടയിൽ തർക്കങ്ങളില്ല, കലഹങ്ങളില്ല. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം യൂദോസ്കറിയാത്തായ്ക്ക് പകരം അപ്പോസ്തലന്മാർ ഒന്നിച്ചുകൂടി ആ സ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ നറുക്കിട്ടെടുക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇത് നറുക്കിട്ടാണ് യൂദയ്ക്ക് പകരം മത്തിയാസിനെ അവിടെ തിരഞ്ഞെടുക്കുന്നത്. ആ ശിഷ്യത്വം ദൈവഹിതമായിരിക്കാൻ വേണ്ടി അവരെ പ്രാർത്ഥിച്ച്, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് അവരവിടെ നറുക്കിടുന്ന ഭാഗം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യവും ദൈവഹിത പ്രകാരം നടക്കുമെങ്കിൽ അതാണ് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. 6 മുതൽ വായിക്കുമ്പോൾ കാലേബ് യോശുവയെ വന്ന് കാണുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഇതിനു മുൻപ് മോശയുടെ കാലത്ത് ദേശം ഒറ്റുനോക്കുവാൻ യോശുവയോട് ചേർന്ന് പോയ വ്യക്തിയാണ് ഇത് കാലേബ്. അദ്ദേഹം എന്ന് പറയുന്നു, എനിക്കിപ്പോൾ പ്രായം 85 വയസ്സായി. എന്നെ മോശ ദേശം ഒറ്റുനോക്കുവാൻ വിടുന്ന സമയത്ത് എനിക്ക് 40 വയസ്സായിരുന്നു. എന്നാൽ ഈ 85-ാം വയസ്സിലും 40 വയസ്സിലെ ആരോഗ്യവും ശക്തിയും ഒക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്ന അനാക്യര് താമസിക്കുന്നതായ മല്ലന്മാരായ അനാക്യര് താമസിക്കുന്നതായ ദേശം എനിക്ക് തരിക. ഞാൻ അവരെ ഓടിച്ച ദേശം ഞാൻ കൈവശമാക്കിക്കൊള്ളാം. അവരെ ഓടിക്കാൻ പറ്റുമെന്ന് 85-ാം വയസ്സിൽ കാലേബിന് പറയാൻ സാധിക്കുന്ന വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ്. നമുക്കറിയാം, യോശുവയോട് ചേർന്ന് ദേശം ഒറ്റുപോക്കാൻ പോയ ആളാണ് ഇവർ രണ്ടുപേരും മാത്രമാണ്. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയവരിൽ ഇന്ന് കനാൻ ദേശത്ത് വന്നെത്തുവാൻ, കാലുകുത്തുവാൻ ഭാഗ്യം ലഭിച്ച 2 പേർ മാത്രമാണ്. ബാക്കി മിസ്രൈമിൽ ഇറങ്ങിയവരൊക്കെയും മരുഭൂമിയിൽ മരിച്ചുപോയി. അവരുടെ മക്കളാണിപ്പോൾ ദേശം അവകാശമാക്കുന്നത്. അപ്പോൾ അന്ന് 40 വയസ്സുണ്ടായിരുന്ന കാലേബ് ഇപ്പോൾ 85 വയസ്സായി. അപ്പോൾ അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, യൗവനത്തിൽ സൃഷ്ടതാവിനെ അറിയുക. യൗവനം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ജീവിതം മുഴുവൻ ഇത് ധന്യമായിട്ട് തീരും. സങ്കീർത്തനക്കാരൻ പറയും, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അപ്പോൾ ആർക്കും വേണം, നമ്മൾ സാധാരണയായിട്ട് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നത് ആരോഗ്യമൊക്കെ ക്ഷയിച്ച് വാർദ്ധക്യം വരുമ്പോഴാണ്. പലരും ആർക്കും വേണ്ടാത്ത വാർദ്ധക്യമല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന യൗവനം തന്നെ ദൈവത്തിന് കൊടുക്കുക. കാരണം എല്ലാത്തിൻ്റെയും പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാനാണല്ലോ
യഹോവയായ ദൈവം ആഗ്രഹിക്കുന്നതും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതും. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന യൗവനം, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആരോഗ്യം, അത് ദൈവത്തിന് നൽകുവാൻ നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മുടെ യൗവനത്തിലെ ശക്തി എന്ന് പറയുന്നത്. 85 വയസ്സുകാരനായ കാലേബ് ഇന്ന് ആ ദേശത്തിലെ ഏറ്റവും വലിയ മല്ലന്മാരായ അനാക്യരെ ഓടിച്ച് ആ ദേശം സ്വന്തമാക്കുന്നത് നമ്മളിവിടെ ഇത് കാണുകയാണ്. ചെറുപ്പകാലം മുതൽ ദൈവഭക്തന്മാരായി ജീവിച്ച പല ആളുകളും വാർദ്ധക്യത്തിലും അതേ വിശ്വാസത്തിൻ്റെ സ്ഥിരതയിലും തീഷ്ണതയിലും നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം അവരുടെ ആ വിശ്വാസത്തിൽ ലഭിച്ചതായ അനുഭവം അതൊരു വലിയ ശക്തിയാണ്. അതുപോലെ നമുക്കുള്ളതായ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അത് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അത് ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായി നമുക്ക് മാറുമെന്നുള്ളതാണ്. ഈ അധ്യായത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ട മനുഷ്യൻ കാലേബ് എന്ന് പറയുന്നതായ ആ വ്യക്തിയെയാണ്. അവന് 40-ാം വയസ്സിൽ മോശ വിളിച്ച് ഉറ്റുനോക്കാൻ വിട്ടെങ്കിൽ 85-ാം വയസ്സിലും വളരെ ധൈര്യത്തോടുകൂടി അതേ വിശ്വാസത്തോടുകൂടി ഇന്ന് ജീവിക്കുകയാണ്. ജീവിത പ്രതിസന്ധികളെ എന്ത് മുന്നിൽ കണ്ടാലും ഭയപ്പെടാതെ അതിനെ അതിജീവിപ്പാനുള്ള ശക്തി വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, ശത്രുക്കളുണ്ട്. അത് രോഗമാവാം, കഷ്ടമാവാം, നഷ്ടമാകാം, അല്ല മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളാകാം, എന്തുമായിക്കൊള്ളട്ടെ. അതിനെയൊക്കെ നമുക്ക് അങ്ങനെയുള്ള മല്ലന്മാരെ, അനാക്യരെ നമുക്ക് ജയിക്കാൻ സാധിക്കണമെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന വലിയ ശക്തി നമുക്കുണ്ടാവണം. ആ കാലേബിനെ പോലെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയിലും പൂർണ്ണതയിലും ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമുക്കിടയാവട്ടെ. ഈ നോമ്പിൻ്റെ പ്രാർത്ഥനകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ ശുശ്രൂഷകളും അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും സർവശക്തനായ ദൈവം അതിന് തക്കവണ്ണം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.